പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. അവിടുന്ന് പറഞ്ഞു, ഇന്നമന്നാസു കൽ ഇബ്രിൽ മിഅ ലാ തകാദു ഫീഹാ റാഹിലത്തൻ. ജനങ്ങൾ 100 ഒട്ടകങ്ങളിൽ ഒന്നിനെ പോലെയാണ്. അതിൽ ഒരെണ്ണം മാത്രമാണ് യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയോ ഉണ്ടാവുക എന്നാണ്. ഇതാണ് ഹദീസിന്റെ ആശയം. അപ്പൊ പല രൂപത്തിൽ പല കോണിലൂടെ പണ്ഡിതന്മാർ വിശദീകരണം നൽകിയ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനെ ഉപമിച്ചത്, ജനങ്ങൾ 100 ഒട്ടകങ്ങളെ പോലെ നിങ്ങൾ കാണണം. അപ്പൊ നമ്മൾ 100 ഒട്ടകത്തിൽ യാത്രായോഗ്യമായ, യാത്രയ്ക്ക് ഉപകരിക്കാൻ പറ്റിയ ഒരു ഒട്ടകമേ ചിലപ്പോൾ ഉണ്ടാകുകയുള്ളൂ. ബാക്കി എല്ലാ ഒട്ടകങ്ങളും ഒട്ടകം എന്ന പേരിൽ ഒരു ഒട്ടകമായിരിക്കും. പല തരത്തിലുള്ള ദൗർബല്യങ്ങളും പോരായ്മകളും കുറവുകളും ഒക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഒരെണ്ണം മാത്രമാണ് യാത്രായോഗ്യമായ റാഹിലത്ത് ഉണ്ടാവുന്നത്. ബാക്കിയെല്ലാം കേവലം ഒട്ടകം എന്ന രൂപത്തിലായിരിക്കും. അതുപോലെയാണ് ജനങ്ങളും എന്നാണ്. ഒരു പക്ഷെ ഈ 100 പേരിൽ നമ്മൾ ഇടപെടുന്ന, നമ്മൾ പരിചയപ്പെടുന്ന 100 പേരിൽ ഒരാൾ മാത്രമായിരിക്കും നമുക്ക് ലക്ഷണമൊത്ത, നമുക്ക് കൂടെ കൂട്ടാൻ പറ്റിയ ഒരാൾ മാത്രമേ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിനെന്ത് വേണം? ഈ 100 ഒട്ടകത്തിൽ നിന്ന് യാത്രായോഗ്യമായ ഒട്ടകത്തെ കണ്ടെത്തുക എന്നുള്ള വലിയ ടാസ്ക്കാണ്. ആ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സാമർഥ്യം എന്ന് പറഞ്ഞാൽ, ആ 100 എണ്ണത്തിൽ നിന്ന് ഏതാണ് പറ്റിയ ഒട്ടകം എന്ന് കണ്ടെത്തല് ആണ് നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യവും. അതുപോലെ തന്നെയാണ് ജനങ്ങളും. നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള നമ്മളുമായി ബന്ധപ്പെട്ടതിൽ നിന്ന് നമ്മുടെ പരലോക മോക്ഷത്തിന് ഉപകരിക്കുന്ന ഒരാളെ ഒരു സുഹൃത്തായി കണ്ടെത്തുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരാളെ നമുക്ക് ലക്ഷണം മൊത്തം എല്ലാ രൂപത്തിലും ഒത്ത ഒരാളെ കിട്ടുക എന്നുള്ളതും, അങ്ങനെ 100-ൽ ആ ഒരാളായി മാറാൻ ശ്രമിക്കുക എന്നുള്ളതും നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അവരാണ് മഹാഭാഗ്യവന്മാർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എല്ലാവരെയും ഒരേപോലെ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ അത് വിജയിക്കണമെന്നില്ല എന്നർത്ഥം. കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ലതിനെ കണ്ടെത്തുക എന്നുള്ളത്, ആ നല്ലതിനെ തെരഞ്ഞെടുത്ത് നല്ലതിനെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അത് സുഖകരമാക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.